നമസ്കാരം. പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. യുകെയിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. സ്കോട്ട്ലാൻഡിൽ മലയാളി വിദ്യാർത്ഥിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് അറിയിച്ചിരുന്നു. സ്കോട്ട്ലാൻഡിലെ എഡിൻബറോ സ്റ്റിർലിംഗ് യൂണിവേഴ്സിറ്റി MS സ്പോർട്സ് മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്ന ആബെൽ തറയിലാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. റെയിൽവേ ട്രാക്ക്, പരിസരം, ട്രെയിൻ എന്നിവിടങ്ങളിൽ നിന്ന് ലഭ്യമായ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ആത്മഹത്യയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പോലീസ് കേസ് അന്വേഷണം അവസാനിപ്പിച്ചത്. ഇതേ തുടർന്നാണ് ആബേലിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് വഡൂക്കര ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. സ്കോട്ട്ലാൻഡിലെ എഡിൻബറോ സ്റ്റിർലിംഗ് യൂണിവേഴ്സിറ്റി MS സ്പോർട്സ് മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്നു ആബേൽ. ആത്മഹത്യയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പോലീസ് കേസ് അന്വേഷണം അവസാനിപ്പിച്ചത്. മാർച്ച് 12 ബുധനാഴ്ച രാത്രി 9:30 സ്കോട്ട് റെയിൽവേ അധികൃതരാണ് റെയിൽവേ ട്രാക്കിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയ ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസിന് സ്കോട്ടിഷ് ആംബുലൻസ് സർവീസിനും കൈമാറിയത്. യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള സ്റ്റിർലിംഗിനും അലോവയ്ക്കും ഇടയിലുള്ള റെയിൽവേ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആബേൽ ആത്മഹത്യ ചെയ്തതാണ് എന്ന നിലപാട് തുടക്കം മുതൽ പോലീസ് സ്വീകരിച്ചുവെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് കുടുംബാംഗങ്ങളും സഹപാഠികളും വ്യക്തമാക്കിയിരുന്നു. മരണത്തിന് പിന്നിലുള്ള ദുരൂഹത കണ്ടെത്തണമെന്ന് കുടുംബാംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി സഹായം അഭ്യർത്ഥിച്ച് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപി, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, സ്കോട്ട്ലാൻഡ് കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എഡിൻബർഗ് എന്നിവർക്ക് നിവേദനം കൈമാറിയിരുന്നു. തൃശൂർ അയ്യന്തോൾ SN പാർക്ക് തറയിൽ ഹൌസിൽ പരേതനായ വിമുക്ത ഭടൻ TU ശശീന്ദ്രന്റെയും തൃശൂർ മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് ഹെഡ് നഴ്സ് MS പത്മിനിയുടെയും മകനാണ് ആബേൽ. കോഴിക്കോട് സ്വകാര്യ സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് ഹെഡായി ജോലി ചെയ്യുന്ന അഭിറാം തറയിലാണ് ഏക സഹോദരൻ. ഡോക്ടർ കാർത്തിക പ്രദീപാണ് സഹോദര ഭാര്യ. തൃശൂർ സെന്റ് അലോഷ്യസ് കോളേജിലെ BBA പഠനത്തിന് ശേഷമാണ് സ്കോട്ട്ലൻഡിലെ സ്റ്റിർലിംഗ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി വിസയിൽ ആബേൽ എത്തിയത്. പഠനത്തിന് ശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ ആയിരുന്നു ആബേൽ. അത്ലറ്റിക് കോച്ചായും സെയിൽസ് അഡ്വൈസറായും ജോലി ചെയ്തു വരികയായിരുന്നു. സ്കോട്ട്ലാൻഡ് മലയാളിയും പൊതുപ്രവർത്തകനുമായ സുനിൽ പായിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾക്ക് മുൻകൈയെടുത്തത്. ഇതിനായി ഗോഫണ്ട് പ്ലാറ്റ്ഫോമിലൂടെ 6000 പൗണ്ട് ലക്ഷ്യത്തിൽ ഫണ്ട് ശേഖരണം നടത്തിയെന്ന് മിഥുൻ K. മോഹനൻ, സുനിൽ പായിപ്പാട് എന്നിവർ അറിയിച്ചു. ഏകദേശം 4674 പൗണ്ട് ശേഖരിക്കാനായെന്നും മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിനായി ഇത് വിനിയോഗിച്ചുവെന്നും ഇരുവരും പറഞ്ഞു. ആബേലിന്റെ ബന്ധുക്കൾ ആരും തന്നെ യുകെയിൽ ഇല്ലാത്തതിനാൽ തുടർ നടപടികൾ ക്രോഡീകരിക്കുവാൻ സ്കോട്ട്ലാൻഡിലെ പൊതുപ്രവർത്തകനായ സുനിൽ പായിപ്പാടിനെയാണ് കുടുംബാംഗങ്ങൾ നെക്സ്റ്റ് ഓഫ് കിന്നായി ചുമതലപ്പെടുത്തിയിരുന്നത്.